കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുളത്തിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. ടി നന്ദഗോപാൽ ചേരുന്നു. സംഭവിച്ചത് നീന്താൻ അറിയുന്ന കുട്ടികൾ തന്നെയാണ് ഇങ്ങനെ മുങ്ങി. നാട്ടുകാർ നമ്മൾ യൂത്ത് വിങ്സ് പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട്, ഫയർഫോഴ്സും നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ചാടി രക്ഷിച്ച്. പക്ഷേ ഇതിന് പറയാനുള്ള വെച്ചാൽ ഇന്ന് വരെ ഇവിടെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ കുറച്ച് താറാവോ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതൊക്കെയാണ് ഇവിടെ ആൾക്കാരെ പ്രശ്നങ്ങൾ. ഇവിടെ ഇന്നൊരാൾ മുങ്ങുമ്പോൾ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു സാധനങ്ങളില്ല. ഇനി കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഇവിടെ വാങ്ങി വെച്ചിരും. നമ്മളൊക്കെ തന്നെ നമ്മൾ കുറച്ച് കുട്ടികളും. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, പതിവാകുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെ മറ്റൊരു അപകടം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും അപകടം, കുഞ്ഞ് മരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? ധന്യ, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ തന്നെ നിരവധി ആളുകൾ ഈ കുറ്റിച്ചിറ കുളത്തിൽ കുളിക്കുന്നതിന് വേണ്ടി എത്താറുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് പരിശീലനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥി കുളിക്കുന്നതിന് വേണ്ടി പരിശീലനത്തിന്റെ ഭാഗമായല്ല ഇങ്ങോട്ട് എത്തിയത്, കുടുംബത്തോടൊപ്പം ഇങ്ങോട്ട് എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കുളത്തിൽ നിന്നും മറുകരയിലേക്ക് നീന്തുന്ന സമയത്താണ് പെട്ടെന്ന് അപകടം സംഭവിച്ചത്. പിന്നീട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ബീച്ച് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഇതിൽ നാട്ടുകാർക്ക് കൂടെ ഒരു പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നിരവധി ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നീന്താൻ എത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആവശ്യമായ സുരക്ഷ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും അപകടം പതിവാവുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ തന്നെ ഈ കുട്ടി അപകടത്തിൽപ്പെടുന്ന സമയത്ത് നിരവധി ആളുകളുണ്ട്, നീന്തുന്നവരൊക്കെ തന്നെയുണ്ട്. പക്ഷേ കുട്ടിയെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ കുറവുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവിടെ നീന്താൻ എത്തുന്നവർ സ്വയം ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ളത് കൂടെ പ്രദേശവാസികൾ പറയുന്നു. പ്രത്യേകിച്ചും ഈ കുളത്തിൽ നിന്നും ഇങ്ങനെ മറുകരയിലേക്ക് നീന്തുന്നത് പതിവാണ്. പക്ഷേ അത് അത്ര എളുപ്പമല്ല. പെട്ടെന്ന് അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഏതായാലും മരിച്ച കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ബീച്ച് ആശുപത്രിയിൽ പോലീസ് നടപടികൾ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പേര് വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പയ്യാനക്കൽ ഭാഗത്തേക്കുള്ള കുട്ടിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. ഏതായാലും ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇവിടെ രാവിലെ 9 മണിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. കുട്ടിയെ രക്ഷിക്കുന്നതിൽ കുറച്ച് സമയം കാലതാമസം വന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല, ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഏതായാലും ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണം. ഒപ്പം തന്നെ നീന്താൻ എത്തുന്ന കുട്ടികളൊക്കെ കാര്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നന്ദഗോപാൽ.